ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ കാറ്റോണിന്റെ അനാലിസിസ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സീറോത്ത് ഗ്രൂപ്പിലുള്ള അമോണിയം അയോൺ ആണ് പറയുന്നത്. അപ്പം സീറോത്ത് ഗ്രൂപ്പിന്റെ ഗ്രൂപ്പ് റിയേജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ ആണ്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് സാൾട്ട് എടുക്കുന്നു, അതിനെ സൊല്യൂഷൻ ആക്കി മാറ്റി. ഓക്കെ, സൊല്യൂഷൻ ആക്കി മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിലോട്ട് സോഡിയം കാർബണേറ്റിന്റെ സൊല്യൂഷൻ ആയിരുന്ന സമയത്ത് അവിടെ ഒരു ചേഞ്ചും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അത് സീറോത്ത് ഗ്രൂപ്പിലെ അമോണിയം അല്ലെങ്കിൽ സീറോത്ത് ഗ്രൂപ്പാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത സമയത്ത് ഇവിടെ ഒരു ചേഞ്ച് വന്നിട്ടില്ല, പ്രസിപ്പിറ്റേറ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഇത് സീറോത്ത് ഗ്രൂപ്പാണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ സീറോത്ത് ഗ്രൂപ്പിലെ അമോണിയം കാറ്റോണിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആണ് പറഞ്ഞത്. അപ്പോൾ അത് കുറച്ച് സാൾട്ട് എടുക്കുക, അതിലോട്ട് NaOH ആഡ് ചെയ്യുക, എന്നിട്ട് നല്ല രൂപത്തിൽ ഹീറ്റ് ചെയ്യുക. അപ്പോൾ വരുന്ന ഗ്യാസ് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കുക. അമോണിയം ഹൈഡ്രോക്സൈഡിന് അല്ലെങ്കിൽ അമോണിയ ഗ്യാസിന്റെ സ്മെല്ല് ഉണ്ടെങ്കിൽ അത് അമോണിയം അയോൺ ആണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സാൾട്ട് എടുക്കണം, NaOH ആഡ് ചെയ്യണം, ഹീറ്റ് ചെയ്യണം, സ്മെല്ല് ചെയ്ത് നോക്കുന്ന സമയത്ത് അമോണിയ ഗ്യാസിന്റെ സ്മെല്ല് ഉണ്ടെങ്കിൽ അത് അമോണിയം ആണ്, നമുക്ക് എന്ത് ചെയ്യാം, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇതിന്റെ കൺഫർമേറ്ററി ആണ്. അപ്പം അമോണിയം അയോണിന്റെ കൺഫർമേറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കുറച്ച് സാൾട്ട് എടുത്തിട്ട് അതിനെ സൊല്യൂഷൻ ആക്കി മാറ്റി. സൊല്യൂഷൻ ആക്കി മാറ്റുമ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഷെയ്ക്ക് ചെയ്തിട്ട് ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, നെസ്ലേസ് റിയേജൻ എന്ന് പറഞ്ഞ റിയേജന്റ് ഉണ്ട്. ഈ നെസ്ലേസ് റിയേജന്റ് ഇതിലോട്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, അത് അമോണിയം അയോൺ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ കാണുന്നുണ്ടാവും ആ ലിക്വിഡ് അവിടെ വരുത്തുന്ന സമയത്ത് അവിടെ ഒരു ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇത് അമോണിയം അയോൺ ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സീറോത്ത് ഗ്രൂപ്പിലെ അമോണിയം കാറ്റോണിന്റെ ടെസ്റ്റുകൾ ചെയ്യുക. അപ്പോൾ സീറോത്ത് ഗ്രൂപ്പിൽ നമുക്ക് ആരും മാത്രമേ ചെയ്യാനുള്ളൂ, അമോണിയം കാറ്റോൺ മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ.